കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിനെ ചലിപ്പിച്ച ശക്തി എന്താണ്? വാട്ട് മൂവ്ഡ് ജീസസ് ക്രൈസ്റ്റ്? യേശു അത്ഭുതം ചെയ്യുവാൻ, യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് എന്താണ്? കഴിഞ്ഞ ദിവസം ചവറയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലെ ആ സന്ദേശത്തിലേക്ക് നമ്മൾ പോകുന്നത്. സോ ലെറ്റ് us ഹിയർ ദ മെസ്സേജ്. നമുക്കറിയാം, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. നിങ്ങളെയും എന്നെയും പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചത്. കർത്താവിനെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? നമ്മളൊരു വേദഭാഗം വായിക്കാൻ പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒരു പ്രസംഗകൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നിരിക്കുന്നു. സാധാരണ ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു ഫേമസ് ആയാൽ, ഇത്രയും പ്രസിദ്ധനായാൽ, എന്നെപ്പോലൊരു പ്രസംഗകൻ സാമാന്യമായിട്ട് ചിന്തിക്കുക, ഇനിയിപ്പോൾ കിട്ടിയ പ്രസിദ്ധി എങ്ങനെങ്കിലും പോകാതെ നോക്കണ്ടേ. പ്രസിദ്ധനായി കഴിയുമ്പോൾ, ആൾക്കാരൊക്കെ ശുശ്രൂഷയിൽ നമ്മളെ അറിയാൻ തുടങ്ങുമ്പോൾ മാനുഷികമായി ഒരു പ്രേരക ശക്തി വരാം. അത് വരരുത്. ഇനിയിപ്പം ശുശ്രൂഷ പുറകോട്ട് പോകാൻ ഒക്കത്തില്ല. TV ചാനലിലൊക്കെ നമ്മുടെ പ്രസംഗം ഇല്ലെങ്കിലേ ആൾക്കാരെന്നെ ഓർക്കും. ഇതാണോ നമ്മളെ പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? പല ഘടകത്തിൽ കൂടി ശുശ്രൂഷ ചെയ്യാം. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവഭക്തി ആദായ സൂത്രം എന്ന് ചിലർ വിചാരിക്കുന്നു. മറ്റൊരിക്കൽ പൗലോസ് ശ്ലീഹ പറയാണ്, ചിലർ അസൂയയും പിണക്കവും നിമിത്തം വചനം പ്രസംഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ വേറൊരാൾ യോഗം വെച്ചതിന് പാരലായി അതിനെ പൊട്ടിക്കാൻ, ആരാണ്ടെ തോപ്പിക്കാൻ അന്ന് മീറ്റിംഗ് നടത്തിയവരുണ്ട്. അസൂയയും പിണക്കവും നിമിത്തം. അപ്പോൾ അതിൻ്റെ പ്രേരക ശക്തി അസൂയയും പിണക്കവുക. എന്നിട്ട് പൗലോസ് പറയാം, എന്തു ആകട്ടെ, മത്സരിച്ച് വെച്ചതാണെങ്കിലും ഈ മീറ്റിങ്ങിൽ അവർ യേശുവിൻ്റെ നാമം വിളിച്ച് പറയുമല്ലോ, ആ നാമം കേട്ടവർക്ക് വിടുതലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നോട് ചില ചോദിച്ചു, ബ്രദറെ, ചിലരിങ്ങനെ ദൈവവേല മത്സരിച്ചും സ്വയ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ, പക്ഷെ അവിടെയും പല വിടുതലുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആൾക്കാർ വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, 1 കൊരിന്ത്യർ 3-ാം അധ്യായം നീ എടുത്ത് വായിച്ചു നോക്കിക്കേ. അവിടെ കൊരിന്ത് സഭയിൽ, ആ സഭയിലൊരു കലക്കം, ഒരു ഭിന്നതയുണ്ടായി. ചിലർ പറഞ്ഞു അവിടെ സഭ സ്ഥാപിച്ച പൗലൂസിൻ്റെ പക്ഷക്കാരാ ഞങ്ങൾ. ചിലർ പറഞ്ഞു പൗലൂസിന് ശേഷം ആ സഭയെ പാസ്റ്ററായ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ. വേറെ ചിലർ പറഞ്ഞു ഇവരുടെ ഒന്നും പക്ഷമല്ല, ഞങ്ങൾ അങ്ങ് യെരുശലേമിലുള്ള കേന്ദ്രത്തിലുള്ള പത്രോസിൻ്റെ പക്ഷക്കാർ. വേറെ ചിലർ പറഞ്ഞു ഞങ്ങൾ ഇവരാരുമില്ല, ഞങ്ങൾ കുറച്ച് കൂടി ആത്മീയരാണ്, ഞങ്ങൾ യേശുവിൻ്റെ പക്ഷക്കാർ. നമ്മളൊക്കെ ഓർക്കും യേശുവിൻ്റെ പക്ഷക്കാരാണല്ലോ നല്ലതെന്ന്. പക്ഷെ പൗലൂസ് പറയുക, നിങ്ങൾ ഇങ്ങനെ പക്ഷം പറയുമ്പോൾ ഈ 4 കൂട്ടരോടും പറയുക, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. സഭയ്ക്കകത്ത് യേശുവിൻ്റെ പക്ഷം പൗലൂസിൻ്റെ പക്ഷം എന്നൊന്നുമില്ല. എന്നിട്ട് അവിടെ താഴെ പറയാണ്, ഇങ്ങനെ പക്ഷം പറയാതെ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ അല്ലാതെ തന്നിലേക്ക് ആരെയും പണിയരുത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ നിങ്ങളിലേക്ക് ആരെയും പണിയരുത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രസംഗത്തിലും തങ്കു ബ്രദറും ഞാൻ എൻ്റെ കൂടെയുള്ള ഈ ശുശ്രൂഷകരും വിളിച്ചു പറയും, ഞങ്ങളല്ല സൗഖ്യമാക്കുന്നത്, ഞങ്ങൾ പ്രത്യേക സിദ്ധികളുള്ളവരല്ല,
യേശുവാ വിടുവിക്കുന്നവൻ. ആമേൻ. നമ്മൾ അവൻ്റെ ചൂണ്ടുപലകകൾ മാത്രമാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ അടിസ്ഥാനത്തിൽ പണിയാതെ എന്നിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു അടിസ്ഥാനം അവിടെ വന്നപ്പോൾ പൗലോസ് പറയുക, ഓരോരുത്തൻ ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ തുനിയരുത്. എന്നിട്ട് പറയാണ്, ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു എന്ന് അവനവൻ നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഒരുവൻ പണിയുന്നത് പുല്ല്, മരം, വൈക്കോല്, വിലയേറിയ കല്ല്, പൊന്ന്, വെള്ളി, ഇവയിൽ ഏതുകൊണ്ടാണ് നിങ്ങൾ പണിയുന്നതെന്ന് അവർ തന്നെ നോക്കിക്കോണം. ഒരു ദിവസം നമ്മളുടെ പണി തീ തന്നെ ശോധന ചെയ്യും. അഥവാ കർത്താവായ യേശു നാം ചെയ്തത് മുഴുവൻ ശോധന ചെയ്യുന്ന, വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ വലിയ പ്രസംഗകനാ, ഞാൻ കൊള്ളാം, ഞാൻ രോഗശാന്തി വരപ്രാപ്തന, ഇതൊന്നും പറയണ്ട. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ സ്വയം പ്രശംസിക്കേണ്ട. കർത്താവ് തന്നെ ഒരു ദിവസം വിധിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എവിടെ നിൽക്കേണ്ടി വരും? യേശുവിൻ്റെ മുമ്പിൽ. ഈ ശുശ്രൂഷ നമ്മൾ ഭയത്തോടെ ചെയ്യണം. പേഴ്സണൽ ഗെയിനായിട്ട് ചെയ്യരുത്, എൻ്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്യരുത്, യേശുവിനായിട്ട് ചെയ്യണം. ഞാൻ പറയാൻ പോകുന്നത് യേശുവിനെ നിയന്ത്രിച്ച മനോഭാവങ്ങളാണ്. അപ്പോൾ പറയാം, ഓരോരുത്തൻ്റെ പ്രവൃത്തി തീ തന്നെ ശോധന ചെയ്യും. എന്നിട്ട് പറയാണ്, അവനവൻ ചെയ്ത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. എന്നാൽ തീ അതിനെ ഭസ്മമാക്കി കളഞ്ഞെങ്കിലോ താൻ രക്ഷിക്കപ്പെടും. യേശുവിനെ വിളിച്ചതല്ലേ, ഈ വേല ചെയ്ത് ആളങ്ങ കടന്നുകൂടും, ചെയ്തതൊന്നും അവിടെ കാണത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നാം ചെയ്ത വേലയുമായി ഈ എയർപോർട്ടിലെ സ്കാനിങ് മെഷീൻ്റെ അടുത്ത് നമ്മുടെ പെട്ടി വെക്കുന്ന പോലെ അവിടെ ചെല്ലേണ്ടി വരും. അന്ന് തോമസ് ഊട്ടിപ്പറനോട് യേശു പറയും, ഞാൻ ചെന്നിട്ട് എന്നെ മനസ്സിലായില്ലേ, സ്വർഗീയ വിരുന്ന് TV പ്രസംഗിച്ചേ, മോനെ നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട, നീ ചെയ്തതെല്ലാം കൂടെ ആ മെഷീനകത്തോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, വാചകമൊന്നും അടിക്കണ്ട, ചെയ്തതെല്ലാം ശോധന ചെയ്യും. അപ്പം ഞാൻ എൻ്റെ പ്രവൃത്തി, ഞാൻ ചെയ്തത്, പ്രസംഗിച്ചത്, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങോട്ട് വെച്ചാൽ ചിലത് ചാമ്പലായിപ്പോവും. അതെന്തുകൊണ്ടാണ്? ചിലർ പണിതത് പുല്ല്, മരം, വൈക്കോൽ, ചിലത് പൊന്ന്, ചിലർ വെള്ളി, വിലയേറിയ വൈരക്കല്ലുകൾ. അപ്പം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ചിലത് വൈരക്കല്ലുകൾ പോലെ. അതെങ്ങനെ ഇതിൻ്റെ മാറ്റം വരുന്നത്? കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, മോനെ, ദൈവവചനം പറയുന്നു, ദൈവം ഉദ്ദേശങ്ങളെ തൂക്കി നോക്കുന്നു. നീ എന്ത് ചെയ്തു, എന്തുമാത്രം ചെയ്തെന്നല്ല അന്നവിടെ വെളിപ്പെടാൻ പോകുന്ന എന്തിന് ചെയ്തെന്നാ. ഞാൻ പ്രസംഗിച്ചു, എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എനിക്കൊരു സ്റ്റേജ് കിട്ടണം, 10 പേരെന്നെ അറിയണം, ഓക്കെ, എൻ്റെ പ്രസംഗം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. എൻ്റെ ഉദ്ദേശം തൂക്കി നോക്കുമ്പോൾ കച്ചി തീക്കകത്ത് വെച്ചാൽ എന്തോ വച്ച് കേൾക്കും, ഏലും കൃപയാൽ താനോ രക്ഷിക്കപ്പെടുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. സാധു ഉദ്ദേശത്തോടെ. അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും പറയുന്നത്, തിമോഥെയോസേ, നീ ചെയ്യുമ്പോൾ നല്ല ശുദ്ധ ഹൃദയത്തോടെ, നല്ല മനസാക്ഷിയോടെ നീ ഇത് ചെയ്യണം. നീ തന്നെ അറിയുന്നല്ലോ, എൻ്റെ ഉദ്ദേശം നീ അറിയുന്നല്ലോ. അതാണ് 1 തിമോഥെയോസിലൊക്കെ വായിക്കുമ്പോൾ 1-2 പൗലോസ് തൻ്റെ കൂട്ടുപ്രവർത്തകരെ കുറിച്ച് പറയുക. അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു. ദൈവപ്രവർത്തകരാ, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവരിപ്പോൾ നാവ് കൊണ്ട് ദൂഷണം പറയുക, ചിലർ അസൂയയും പിണക്കത്തിനും പ്രസംഗിക്കുക, ആരെയോ തോപ്പിക്കാൻ വേണ്ടി ചെയ്യുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, ചെയ്തതിൻ്റെ ഉദ്ദേശം മാത്രമേ അന്ന് നോക്കത്തുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. കൈയെടുത്ത് പറഞ്ഞ, നല്ല ഉദ്ദേശത്തോടെ ഏറ്റവും കൂടുതൽ ചെയ്യുക. ഇവിടെയാണ് വേറൊരാൾ എന്നെ പ്രശംസിച്ചില്ലേലും ബ്രദറിൻ്റെ പ്രസംഗം കൊള്ളാമെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്ക് വിഷയമില്ല. ഇവിടെയാണ് നമ്മൾ ഇനി യേശുവിൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് വരുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4:14 മുതലാ വായിച്ചത്. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു, പരിശുദ്ധാത്മ ശക്തിയിൽ. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെല്ലാം പരന്നു. ഇനി ശ്രുതി നിലനിർത്തണമെന്നല്ല കർത്താവിൻ്റെ ആഗ്രഹം. എന്നെ സംബന്ധിച്ച് ഇത്രയും TV പ്രോഗ്രാമുകളിൽ, ചാനലിൽ എൻ്റെ പേരുണ്ട്. ഇത് നിലനിർത്തണമല്ലോ എന്നും പറഞ്ഞ അല്ല ഞാൻ നിൽക്കേണ്ടിയേ. അതല്ല എൻ്റെ വിഷയം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ വഴിയരികിൽ പ്രസംഗിക്കുന്ന ഒരു പരസ്യോഗ പ്രസംഗകനായിരുന്നു.
യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്തതോർത്താൽ എൻ്റെ ജീവൻ കൊടുത്താലും മതിയാകത്തില്ല. പാപിയായിരുന്ന, തകർന്നവനായിരുന്ന, ശപിക്കപ്പെട്ട ഒരു വീട്ടിലെ അംഗമായിരുന്ന എന്നെ കർത്താവ് വിടുവിച്ചു. എനിക്ക് പെട്ടെന്ന് എന്നെക്കുറിച്ച് തന്നെ ഓർമ്മ വന്നത് ആ യേശുവിനെ ചുമന്നുകൊണ്ട് പോയ കഴുതയായിട്ടാണ്. അല്ല, യേശു ഒരു കഴുതയുടെ മുകളിൽ കയറി യെരുശലേമിലേക്ക് പോയപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? ഹോശന്നാ പറഞ്ഞുകൊണ്ട് വൃക്ഷക്കൊമ്പുകളും അവരുടെ വസ്ത്രങ്ങളും ഒക്കെ വഴി വിരിച്ചു. നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ ബ്രദറെ എന്ന് പറഞ്ഞ് കാറ് തുറക്കുകയൊക്കെ ചെയ്യുമ്പം ഞാൻ പൊങ്ങാൻ പാടില്ല. വേറൊരാൾ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഈ കഴുതയുടെ മുമ്പിൽ ഇതൊക്കെ വെതറിയത്. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ ആലയത്തിൽ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന വഴി ഈ കഴുത പഴയ ഓർമ്മയ്ക്ക് നാട്ടുകാരുടെയൊക്കെ വിരിച്ചിട്ടിരിക്കുന്ന വസ്ത്രത്തെ കയറി ചവിട്ടിയാലോ? കൈകൊടുത്ത് പറ, നിനക്ക് ലഭിച്ച മാന്യത യേശു ഉള്ളതുകൊണ്ട്. എന്നോട് പല സഹോദരന്മാരുണ്ട്, ബ്രദറെ ഒരു കാലത്ത് ഞങ്ങളെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലായിരുന്നു, പക്ഷേ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ചെല്ലുമ്പോൾ ബ്രദറെ കയറി ഇരുന്നാട്ട് എന്ന് പറഞ്ഞ് മാനിക്കുമ്പോൾ ഞാൻ എല്ലാ ദൈവമക്കളോടൊരു കാര്യം, ഞാൻ പിറുപിറുക്കരുത്, വന്ന വഴി മറക്കരുത്. ഒന്ന് കൈ കൊടുത്ത് പറ, പിറുപിറുക്കരുത്. ഞാൻ നിങ്ങളോടല്ല പ്രസംഗിക്കുന്ന, എന്നോടാ. എൻ്റെ ജീവിതത്തിൽ പിറുപിറുപ്പ് തോന്നിയിട്ടുണ്ട്. എന്നെ ഇത്രയും മാനിച്ചാൽ മതിയോ, എൻ്റെ പേര് പറഞ്ഞില്ല എന്നൊക്കെ എൻ്റെയും അഴുക്ക് ജഡത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നന്ദി പറയാനല്ലാതെ ഒന്നും നമുക്കില്ല. കഴിഞ്ഞ ദിവസം മിഷൻ മന്തിനെ കുറിച്ച് കേട്ട് നൽകിയ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാം. പലപ്പോഴും നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പം അതിൻ്റെ റോങ് വശം എടുത്ത് വിമർശിക്കാനും നിരുത്സാഹിപ്പിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ചെയ്യുമ്പം ഞങ്ങളൊരു ആവശ്യം പറയുമ്പോൾ അതിന് നിങ്ങൾ കരം നീട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആണ് സുവിശേഷത്തിന് ഞങ്ങളുടെ ഉള്ള എൻകറേജ്മെൻറ്റ്. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങൾ മുമ്പോട്ട് പോകണം എന്ന് നിങ്ങൾ പുറമേ അറിയിക്കുന്നതാണ് ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ നേരിട്ട് വരുന്നത്. അതുപോലെ തന്നെ മിഷൻ മന്തിൽ നൽകിയത്. ഈ മാസം നമ്മൾ മിഷൻ മന്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ മാസം അവസാനിക്കുകയാണ്. ഇതുവരെ നൽകിയവർക്കായി സ്തോത്രം. എനിക്കറിയാം, ഞാൻ ഒത്തിരി പേരുടെ കേട്ടു, നൽകിയ സമയത്ത് തന്നെ ഉണ്ടായ വിടുതൽ. നൽകുന്നത് കൊണ്ടല്ല വിടുതൽ ഉണ്ടാകുന്നത്, നൽകാൻ ഹൃദയം തുറക്കുമ്പം കർത്താവിൻ്റെ വഴി നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും. സോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, അവസാനം വരെ നോക്കി നിൽക്കേണ്ട. ലെറ്റ് us give the best. നൽകിയെന്നവർക്കായി സ്തോത്രം. പ്രത്യേകം പ്രാർത്ഥിക്കണം, നമ്മുടെ ടെലിവിഷൻ TV പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഇനിയും വരാനുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ ഇത് വിപുലമാക്കണം, ലോകം മുഴുവൻ അറിയട്ടെ ഈ യേശുവിനെ. സോ നമുക്ക് ഒന്നിച്ച് പാർട്ട്ണർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9473566682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെല്ലാം പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ്റെ ടീച്ചിങ് കേട്ടപ്പോൾ ഇതുപോലൊരു പ്രസംഗം ഞങ്ങൾ, പക്ഷെ അതൊന്നും കേട്ട് പൊങ്ങി. ഇനി നല്ല പ്രസംഗം ചെയ്തില്ലേ ആൾക്കാരെന്നാ ഓർക്കും? ബ്രദറിന് പഴയ പോലെ പോയിന്റ് ഇല്ലെന്ന് ഓർത്താലോ? അതല്ല തന്നെ നയിച്ചത്. താട്ട് വായിച്ചാട്ടെ. അവൻ വളർന്ന് നസറേത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വെടിവെച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. എന്നെ അയച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ,
കർത്താവായ യേശു ക്രിസ്തുവിനെ നടത്തിയ ഒന്നാമത്തെ കാര്യം, ഈ കാര്യം ചെയ്തിട്ട് ചെല്ലാൻ എന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അയച്ചു. നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ തനിക്ക് വലിയ ഉദ്യോഗങ്ങൾ ചെയ്ത് തീർക്കണം. നമ്മുടെ ഒരു മന്ത്രി, നമ്മുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സർക്കാർ ഏൽപ്പിച്ച ജോലി, ഉദ്യമം, ദൗത്യം ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. പറഞ്ഞാട്ടെ, അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? കളക്ടർ പറയോ ഇന്നൊരു മൂഡ് തോന്നുന്നില്ല? കൈകൊടുത്ത് പറ, ദൗത്യബോധം. യേശുവിനെ നയിച്ച ഒന്നാമത്തെ പ്രേരക ശക്തി എന്താണ്? ദൗത്യബോധം. പറ, ഐ ആം സെൻഡ്. ഞാൻ വന്നതല്ല, എന്നെ അയച്ചതാ. അടുത്തിരിക്കുന്ന ആൾ പറ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പൊ യേശുവിനെ നയിച്ച ഒന്നാമത്തെ പ്രേരക ശക്തി ദൗത്യബോധം. ഉറക്കെ പറ. രണ്ടാമത്തെ പ്രേരക ശക്തി എന്നാണെന്നറിയാവോ? ജനങ്ങളുടെ വേദന തന്നെ വലിച്ചു. ഞാൻ വേദഭാഗങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. മത്തായി സുവിശേഷം 9-ന്റെ ഒടുവിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പുരുഷാരത്തെ ഇടയനില്ലാത്തവരായി കണ്ട് കർത്താവ് അവരിൽ മനസ്സലിഞ്ഞു. വേർത്ത് വായിക്കുന്നു, വെയിലാറിയപ്പോൾ രോഗികൾ, വ്യാധിക്കാർ, മുടന്തർ, കുരുടർ ഇവരെല്ലാം യേശുവിൻ്റെ അടുക്കൽ വന്നു. He was moved with compassion. അവരുടെ വേദന കണ്ടപ്പോൾ അവൻ ഹൃദയം മനസ്സലിവ് കൊണ്ട് നിറഞ്ഞു. അപ്പൊ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ നയിച്ച രണ്ടാമത്തെ പ്രേരക ശക്തി ഏതാ? മനസ്സലിവ്. പറഞ്ഞേ, കഷ്ടത അനുഭവിക്കുന്നവരുടെ മനസ്സലിവ്. ഞാൻ പറയാം, പുറകിൽ നിന്ന് തന്നെ തള്ളിയത് പിതാവിൻ്റെ ദൗത്യബോധം, മുമ്പിൽ നിന്ന് തന്നെ വലിച്ചത് വേദനിക്കുന്നവരുടെ കണ്ണുനീർ. എന്നെ കേൾക്കുന്ന സുവിശേഷകരെ, അച്ഛന്മാരെ, തിരുമേനിമാരെ, ബിഷപ്പുമാരെ, പ്രവാചകന്മാരെ, അധ്യാപകരെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇത് രണ്ടുമാകട്ടെ നമ്മളെയും നയിക്കുന്നത്. എൻ്റെ സഭ വലുതാകണം, എൻ്റെ പേര് വലുതാകണം, എൻ്റെ സഭ ഏറ്റവും വലുതാകണം, ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ്, അതിന് കുഴപ്പമില്ല. നോട്ടീസിൽ എൻ്റെ പേര് വണ്ണം നല്ലതാ, ടി വിയിൽ എനിക്ക് പ്രസംഗിക്കണം നല്ലതാ. അതൊന്നും ആയിരിക്കരുത് നമ്മളെ നയിക്കുന്നത്. The driving force of Jesus to do the ministry. The first thing, my Father has sent me. I have to do it. അതുകൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീക്ക് വേണ്ടി, ഒരു നട്ടുച്ച നേരത്ത് പാപിനിയായ ഒരു സ്ത്രീക്ക് വേണ്ടി ദൈവപുത്രൻ, ദൈവം തമ്പുരാൻ തൻ്റെ വിലപ്പെട്ട സമയം ഒരു വ്യക്തിക്ക് വേണ്ടി. ദൗത്യബോധമുള്ളവന് ക്രൗഡ് വിഷയമല്ല. ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി. ഞാൻ ഇന്ന വ്യക്തിയെ നേടാൻ പോവാന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല യേശു പോയത്. ഫേസ്ബുക്കിൽ ഇടുന്നതിന് കുഴപ്പമില്ല. ഇടുമ്പോഴും അതിൻ്റെ പുറകിൽ എൻ്റെ പ്രേരണ ഒരാൾ വിടുവിക്കപ്പെടണമെന്നായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ആമേൻ. ശമരിയ സ്ത്രീയുമായിട്ട് കിണറരികിലിരുന്നൊരു സെൽഫി എടുത്ത് ലോകത്തെല്ലാം അയക്കാനല്ല കർത്താവ് അത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അന്ന് സെൽഫി ഇല്ലായിരുന്നത്. കർത്താവ് പാപത്തിൽ നശിച്ച ആ സ്ത്രീയെ കണ്ടപ്പോൾ യേശുവിനെ പിടികിട്ടി, ഇവളിങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവൾ നശിക്കും. നിത്യജീവൻക്ക് ഉറവ. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. മകളെ, ഞാൻ കൊടുക്കുന്ന ജീവജലം, ഞാൻ കൊടുക്കുന്ന പാപമോചനത്തിൻ്റെ നീരുറവ നിനക്ക് കിട്ടിയാൽ നീ നരകത്തിൽ നശിക്കില്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. നീ മഹാ വഴിപഴച്ച സ്ത്രീയാ, പക്ഷെ നീയും നശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ നരകത്തിലെ നാശം കാണുമ്പോൾ എൻ്റെ നെഞ്ചു പിടയുന്നു. നരകത്തിൽ നശിക്കുന്നവരെയും ലോകത്തിൽ തകർന്നവരെയും കണ്ട് യേശുവിൻ്റെ ഉള്ളം നൊന്തുപിള. ഇത് രണ്ടും കർത്താവിനെ നയിച്ച പ്രേരിച്ചു. ശ്രദ്ധിക്കുക, ഈ സ്ത്രീയോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് അത്ഭുതം തോന്നി. അവര് ഭക്ഷണം മേടിക്കാൻ പോയിരിക്കുകയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഒരു ഗുരു ഒരു സ്ത്രീയോട് സംസാരിക്കില്ല, പ്രത്യേകിച്ച് ഒരു ശമരിയക്കാരത്തിയോട്, അതൊരു മഹാഭാവിനിയോട്. പേര് പോവുകയല്ലേ. ഒരു യഥാർത്ഥ ദൗത്യബോധവും കമ്പാഷനുള്ളവന് തൻ്റെ പേരൊരു വിഷയമല്ല. നാട്ടുകാരെന്തോ പറയും, എന്തോ പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. ഈ മകളുടെ വിടുതല എനിക്ക് വിഷയം. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു ഗുരു സ്ത്രീയോട് സംസാരിച്ചതിനാൽ. ഞാൻ പറഞ്ഞു, ഗുരു ഭക്ഷണം മേടിച്ചു കേട്ടോ.
സ്ത്രീ അവരുടെ നേരെ തിരിഞ്ഞ് യേശു അവരുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളറിയാത്തൊരാഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. നമ്മളിങ്ങനെ വായിക്കുന്നു യോഹന്നാൻ 4 അവന് വേറെ ആരെങ്കിലും വന്ന ഭക്ഷണം കൊണ്ട് കൊടുത്തു കാണുമെന്ന് അവർ വിചാരിച്ചു. എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നതാ എൻ്റെ ആഹാരം. ഐ ആം സെന്റ്. ദൗത്യബോധം. യേശുക്രിസ്തുവിൻ്റെ പ്രേരക ശക്തി 1, പിതാവ് അയച്ചതിനെ കുറിച്ചുള്ള ദൗത്യബോധം. 2, തകരുന്ന ജനങ്ങളോടുള്ള സഹതാപം. ഇനി യേശുവിൻ്റെ പ്രവർത്തന ശക്തി ഏതായിരുന്നു? പരിശുദ്ധാത്മാവ്. തൻ്റെ വാചക കസർത്തോ, തൻ്റെ പ്രസംഗ ശൈലിയോ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞാൻ പ്രസംഗിച്ചെന്ന പൗലോസ് പറയുന്നു. അതാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയാണ്, എൻറ്റൈസിങ് വേർഡ്സ് ഓഫ് വിസ്ഡം ഞാൻ ഉപയോഗിച്ചില്ല. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ നിങ്ങളെ എങ്ങനെങ്കിലും വശത്താക്കാൻ ഞാൻ ശ്രമിച്ചില്ല. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം, പരിശുദ്ധാത്മാവിൻ്റെ പവറാണ് ഞാൻ ഉപയോഗിച്ച്. എൻ്റെ സ്മാർട്ട്നെസ്സോ, എൻ്റെ പ്രസംഗ ശൈലിയോ, എൻ്റെ എലോക്വൻസോ, ഈവൻ എൻ്റെ സ്വരമാധുര്യോ. പക്ഷെ സ്വരമാധുര്യ ദൈവം ഉപയോഗിക്കും. ഉദ്ദേശം ശരിയായിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. വേറൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പൊ തന്നെ പ്രേരിപ്പിച്ചത്, തൻ്റെ പുള്ളിങ് ഫോഴ്സ്, ജനങ്ങളോടുള്ള സഹതാപവും പിതാവ് അയച്ചെന്നുള്ള ബോധ്യമാണ്. താൻ അതിനായിട്ട് ഉപയോഗിച്ച ശക്തി ഏതായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, കൃപാവരങ്ങൾ, രോഗസൗഖ്യത്തിൻ്റെ ശക്തി. ഇന്നെന്നെ കേൾക്കുന്ന എത്ര പേർ പറയും, എനിക്കും സതുദ്ദേശത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് ഈ കർത്താവിൻ്റെ സാക്ഷിയാകണമെന്ന് ആഗ്രഹമുണ്ട്. അവർ 2 കരം ഉയർത്തി ദൈവസ്ഥനിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവിൽ നിന്ന് നിറയ്ക്കാൻ പോവുക. ഈ ലോകത്തിൽ മനുഷ്യരായ നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട്. എന്തിന്? സുവിശേഷ വേലയിൽ പോലും തെറ്റായ പ്രേരക ശക്തികൾ വ്യക്തികളെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഫേമസ് ആകണം, എൻ്റെ ചുറ്റും ആൾ കൂടണം, പൈസ കിട്ടണം, അല്ലെങ്കിൽ വേറൊരാളും ചെയ്ത ശുശ്രൂഷയെ ഒക്കെ മത്സരിച്ച് ചെയ്യുക. തിരുവചനത്തിലും ഇങ്ങനെയൊക്കെ ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രേരക ശക്തിയോടെ നമ്മൾ ചെയ്യുന്നതിന് കർത്താവിൻ്റെ വരവിൽ പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് കർത്താവ് അന്ത്യ ന്യായവിധിയിൽ നമ്മൾ എന്തുമാത്രം ചെയ്തെന്നല്ല നോക്കുന്നത്, എന്തിനു വേണ്ടി ചെയ്തെന്ന്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ, ഒരു രോഗിയെ സൗഖ്യമാക്കുമ്പോൾ, ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ, ഒരു മാസിക ഇറക്കുമ്പോൾ, നമ്മുടെ അകത്ത് നമ്മളുടെ പ്രേരക ശക്തി കറക്റ്റായിരിക്കണം. ഗോഡ് വെയ്സ് ദ മോട്ടീവ്സ്. ദൈവ ഉദ്ദേശങ്ങളെ തൂക്കി നോക്കുന്നു. അപ്പം സതുദ്ദേശത്തോടെ കൂടുതൽ ചെയ്യാമെങ്കിലോ എത്രയധികം പ്രതിഫലമുള്ളതായിരിക്കും. നമ്മൾ കേട്ട സന്ദേശം ഇതാ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെല്ലാം പരന്നു. അവൻ വളരെ പ്രസിദ്ധനായി. പക്ഷേ ആ സമയത്ത് എൻ്റെ പ്രസിദ്ധി അങ്ങനെ നിലനിർത്തണമെന്നല്ല കർത്താവിനെ നയിച്ചത്. ഞാൻ ആ സന്ദേശത്തിൽ പറഞ്ഞു, ഇപ്പോൾ ഈ TV പ്രോഗ്രാമിൽ ഞങ്ങൾ പറയുമ്പോൾ അറിയാതെ മനസ്സിൽ തോന്നും, അയ്യോ ഇപ്പോൾ ഇത്രയും TV യിലൊക്കെ പറയുന്നില്ലേ, ഇനിയും ഇതൊന്നും നിലനിർത്തണ്ടേ. അപ്പോൾ ജനങ്ങളുടെ വിടുതലല്ല നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഫെയിമാണ്. അതൊക്കെ നമ്മുടെ ജഡത്തിൽ സംഭവിക്കാം. സോ എന്നെ കേൾക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നവർ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുകയും, കർത്താവെ അങ്ങേ നയിച്ച അതേ നല്ല പ്രേരക ശക്തികൾ എന്നെ നയിക്കണമേ. യേശു ക്രിസ്തുവിനെ മുൻപോട്ട് നയിച്ചത്, 1 പിതാവിനെ അയച്ചിരിക്കുക, ഇത് തികച്ചേ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ദൗത്യബോധം. 2 ജനങ്ങളുടെ വേദന കണ്ടപ്പോൾ ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അവരുടെ വേദന തന്നെ മുമ്പോട്ട് വലിച്ചു. പുറകിൽ നിന്ന് തള്ളിയത് പിതാവിൻ്റെ ദൗത്യബോധമാണെങ്കിൽ മുമ്പോട്ട് വലിച്ചത് ജനങ്ങളുടെ വേദനയാണ്. അപ്പോൾ തന്നെ താൻ പ്രവർത്തിച്ചത് സ്വന്തം സ്ട്രെങ്തിലോ തൻ്റെ വാക്കിൻ്റെ പവറിലോ തൻ്റെ ഒന്നിലുമല്ല, മറിച്ച് താൻ ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ വലിപ്പം നമ്മുടെ ജീവിതങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, കർത്താവെ, അങ്ങ് ഈ ലോകത്ത് വന്നപ്പോൾ പ്രസിദ്ധനാകാനുള്ള ആഗ്രഹമല്ല കർത്താവെ, ഇവിടെ ഒരു സംഘടന കെട്ടുപണിയാനുള്ള ആഗ്രഹമല്ല, ജനങ്ങളുടെ വേദന അങ്ങയെ മുമ്പോട്ട് നയിച്ചല്ലോ. പിതാവ് അയച്ചു എന്നുള്ള ബോധ്യം
കർത്താവെ അങ്ങ് നയിച്ചല്ലോ. മാത്രമല്ല അങ്ങ് വേറെ ഒരു ശക്തി ഉപയോഗിച്ചില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഞങ്ങൾ കർത്താവെ അങ്ങയുടെ ആ വലിയ മാതൃക ഞങ്ങൾ പിൻപറ്റുന്നു. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ആ ദൈവസ്നേഹത്തിൽ അങ്ങയുടെ വേല ചെയ്യുവാൻ സഹായിക്കണമേ. അപ്പോൾ തന്നെ കർത്താവെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, വേദനയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ വേദന കർത്താവ് ചലിപ്പിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ, വേദനകൾ വിട്ടുമാറട്ടെ. ക്യാൻസറുകൾ, മരണഭയങ്ങൾ കർത്താവെ അങ്ങയുടെ കരം നീട്ടി വിടുവിക്കുന്നതിനായി സ്തോത്രം. മാത്രമല്ല കർത്താവെ, ശാരീരിക അസ്വസ്ഥതകൾ മാത്രമല്ല, മാനസികമായി മുറിവേറ്റവർ, കുടുംബജീവിതത്തിൽ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ, ബന്ധങ്ങളിൽ, അവരുടെ പ്രവർത്തന സ്ഥലങ്ങളിൽ, ജോലി സ്ഥാനങ്ങളിലൊക്കെ മുറിവേറ്റ ഹൃദയവുമായി എന്നെ കേൾക്കുന്നവർ, കർത്താവെ വേദനിക്കുന്നവർക്ക് നീ സമീപസ്ഥനായിരുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അത്ഭുത കരത്താൽ മക്കൾ വിടുതലായി തീരട്ടെ, അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം നീട്ടി വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എനിക്ക് ഉറപ്പുണ്ട് ശാരീരിക രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. മാനസികമായി മുറിവേറ്റവർക്ക് കർത്താവിൻ്റെ സ്നേഹസ്പർശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ, ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചാൽ ജീവിതം പാടെ മാറും. ഈ ലോകത്തിൽ ജയകരമായൊരു ജീവിതം, പാപ സ്വഭാവങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാത്തിന്മേലും ജയം ക്രിസ്തു മുഖേനയുണ്ട്. മാത്രമല്ല കർത്താവിനോടൊപ്പം ഒരു നിത്യജീവനുമുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ 2015 ജൂലൈ 24 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന് ഗുരുദേവ ഓഡിറ്റോറിയം, ഇളംപള്ളൂർ ക്ഷേത്രത്തിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊല്ലം ജില്ലയിലെ ചിന്നക്കടയിൽ 2015 ജൂലൈ 25 ശനി രാവിലെ 10-ന് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് സമീപം. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों